ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 66 പ്ലസ് എപ്പിസോഡാണ്. പ്ലസ് എപ്പിസോഡ് വരുന്നത് 47 അപ്പോൾ അധികം കണ്ടന്റ് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് ഉള്ള കണ്ടന്റ് വെച്ച് ഒരു വീഡിയോ തട്ടിക്കൂട്ടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പൊ നേരെ റിയാക്ഷനിലേക്ക് പോവാം. ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ 3 മാസമായി. പിന്നെ അതേപോലെ അൻസിബയുടെ അമ്മ ഡാൻസും പാട്ടും ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അൻസിബയുടെ അമ്മയുടെ ഒരു പാട്ട് കേൾക്കണ്ടേ? അൻസിബയുടെ അമ്മ പാട്. കൺമണി അൻപോട് കാതലൻ കൊള്ളാം, സൂപ്പർ. ജാസ്മിനും അപ്സരയും കൂടി എന്തോ സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം. ഐ ശരി, എന്താ അത്? ജാസ്മിനെ ചെറുതായിട്ട് റൂട്ട് മാറി പോണ്ടെന്നൊരു സംശയം. അയ്യോ എന്നെക്കാളും ആലോചിച്ചേട്ടന. അയ്യേ എന്തുവാ? കൺട്രോള്. അതാ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലേ? പറ, ഞങ്ങളും കേക്കട്ടെ. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാ. ജാസ്മിൻ എന്തൊരു സൈഡ് അൽവ്. അപ്പൊ ഞാൻ ബെഡ് കിടന്നിട്ട് വിൻഡോ ഫുള്ള് തുറന്നിട്ടിട്ട് ഞാൻ ജനലിന്റെ അറ്റത്ത് കിടക്കും. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായിരിക്കും അറിയണ്ടേ. അത് തന്നെ എനിക്കും അറിയേണ്ടത്. പറ, ചുമ്മാ ലാഗ് അടിപ്പിക്കാതെ കാര്യത്തിലോട്ട് പറയടോ. നിങ്ങൾ ഭയങ്കര കൺട്രോൾഡാണ്. അതെന്താ? ഓഹോ, അതെന്താ? ആൽബി ചേട്ടൻ വന്ന ഒരു ദിവസം ഇവിടെ നിൽക്കുമെങ്കിൽ പണി പാളും. ചുമ്മാ കൊതിപ്പിക്കാനായിട്ട്. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. അത് കഴിഞ്ഞ് അമ്മയും മക്കളും തമ്മിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടാസ്ക് ആയിരുന്നു. അമ്മ ഇപ്പുറത്തിരിക്കും, മകൻ ഇപ്പുറത്തിരിക്കണം. എന്നിട്ട് സ്ലേറ്റ് കൊടുത്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് ആൻസർ എഴുതണം. എന്നിട്ട് അത് രണ്ടും സെയിം ആണോ എന്ന് നോക്കുമ്പോൾ സെയിം ആവുന്നവർക്ക് പോയിന്റ് കൊടുക്കുക. നമ്മൾ സിമ്പിൾ ടാസ്ക്. അൻസിബയും ഋഷിയും രഹസ്യം പറയുന്ന സുഹൃത്താരാണ്. അതിലൊന്നും വലിയ കാണാനൊന്നും ഇല്ല. അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാവല്ലോ, അതിൽ പോയി കാണാം. ഓക്കെ, തിയേറ്ററിൽ പോയി കണ്ട സിനിമ ടൈറ്റാനിക്. എന്നാലും നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് കേട്ടു നോക്കാം. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ പ്രണയം? സ്കൂളിൽ പഠിച്ചപ്പോ ആദ്യ പ്രണയം ഏതായിരുന്നു എന്ന് ചോദിക്കായിരുന്നേ. എനിക്കില്ല. അപ്പൊ അൻസിബയുടെ അമ്മ എഴുതി 8ാം ക്ലാസ്. അൻസിബ അതിന്റെ മുന്നേ ഉണ്ടായിരുന്നു 6ാം ക്ലാസ് പഠിക്കുമ്പോ. അമ്മ അതല്ല, അതിന് മുമ്പുണ്ട് 6ാം ക്ലാസ്. അമ്മ ഐ ശരി. അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അമ്മമാരുടെ വയസ്സ് പുറത്തറിയിച്ചു. ഋഷിക്കും ജീവിതത്തിൽ ഏറ്റവും പ്രചോദനം നൽകിയ വ്യക്തി ആരാണ്? ചോദ്യം ചോദിച്ചു, കുറെ ചോദ്യമൊക്കെ ചോദിച്ചു വന്നപ്പോ മത്സരം ടൈ ആയി. അതിനുശേഷം അവരുടെ അമ്മമാര് അവരെ പറ്റിയുള്ള ഒരു സ്റ്റോറി പറയണം, ലൈക്ക് ഇവരെങ്ങനെയാണ് ഈ നിലയിൽ എത്തിയത്. അപ്പൊ കുടുംബത്തിന് വേണ്ടി മാത്രമേ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അൻസിബയുടെ അമ്മ പറയണം, അൻസിബയുടെ അമ്മ 29ാം വയസ്സിൽ ഡിവോഴ്സ് ആയതാണ്. 6 മക്കളുണ്ടായിരുന്നു, 5 മക്കളെ ആ ഉമ്മയാണ് നോക്കിയത്. അൻസിബ 15ാം വയസ്സ് തൊട്ട് സിനിമയിലൊക്കെ അഭിനയിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ വീട് മൊത്തം നോക്കിയത്. അൻസിബ കല്യാണം വന്നിട്ട് കഴിക്കുന്നില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ പറയാണ്. കരിമ്പ് ജ്യൂസും മിഷ്യൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. വൈകുന്നേരം ആകുമ്പോഴേക്കും അതും കൊണ്ട് കുടിക്കാൻ പോകും. പിന്നെ ഋഷിയുടെ ഏകദേശം അതേപോലത്തെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ അമ്മ അത് പറഞ്ഞു, പ്രണയ വിവാഹമായിരുന്നു, അതിനുശേഷം ഇങ്ങനെ വന്നു, അത് ഇങ്ങനെയായി അങ്ങനെയായി, ഇപ്പൊ ഇത്തിരി സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്, അവനാണ് നോക്കുന്നത്, അവന് ചെറുപ്പം തൊട്ട് ഡാൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുടുംബം കൊണ്ടുപോയി. ഇത്രയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഒരു എപ്പിസോഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയടെ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ശ്രീതു കട്ടലിൽ കിടന്ന് ഉറങ്ങുന്നു, അർജുൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു രാത്രി 12:30. എന്റെ പൊന്ന് ശ്രീതു കിടന്ന് ഉറങ്ങുന്നു. നീ എല്ലാരും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ അമ്മേനെ പറഞ്ഞു വിട്ടുണ്ട്, നീ ചുമ്മാ വഴക്ക് കേൾക്കണ്ട. അവൻ പലതും പറയും, അവനോട് ഗെയിം കളിക്കാൻ വന്നേടാ. ഓക്കെ, മനസ്സിലാക്ക്, ബുദ്ധി വേണം. അല്ലാതെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലസ് എപ്പിസോഡ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡുകളിൽ എന്തൊക്കെയോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ശ്രീധുന്റെ അമ്മ വന്ന് ശ്രീധുന്റെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പൊ അതിന്റെ റിയാക്ഷൻ കാണണമെങ്കിൽ നാളെ നമ്മുടെ മെയിൻ ചാനലിൽ പോയി നോക്കിയാൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ, അതുവരെ